സുഹൃത്തുക്കളെ, ഇത് മാവേലിക്കര റെയിൽവേ FCA റോഡാണ്. റെയിൽവേക്ക് മാത്രം അവകാശപ്പെട്ട റോഡാണ്. ഇവിടെ കാലാകാലങ്ങളായി കക്കൂസ് മാലിന്യങ്ങളും വീട്ടിലെ മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും സഹിതം ഈ താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവിടെ എത്തി രാത്രികാലങ്ങളിൽ നിക്ഷേപിച്ചിട്ട് പോകുന്നതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി. ഇതിനെതിരെ റെയിൽവേ പോലീസോ അഥവാ റെയിൽവേ എൻജിനീയേഴ്സോ അവരുടെ എല്ലാം മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ആരും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങളാകെ പ്രയാസത്തിലാണ്. ഈ തൊട്ട് കാണുന്ന ഇതാണ് ഗോഡൗണാണ്. ഇവിടെ നിന്നാണ് താലൂക്കിൽ പല റേഷൻ കടകളിലേക്കും താലൂക്കിലെ അരിയും മറ്റ് സാധനങ്ങളും വിതരണം ചെയ്യുന്നത്. ഇവിടാണ് ഈ കക്കൂസ് മാലിന്യങ്ങളടക്കം സർവ്വ മാലിന്യങ്ങളും കൊണ്ട് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരെല്ലാം ഇവിടെ നിൽക്കുകയാണ്. ഒരെണ്ണത്തിനെ വണ്ടി കയറി മരിച്ചു, ഒരു പട്ടിക്കുഞ്ഞിനെ. ബാക്കിയുള്ളതിനെ നല്ലവരായ സുഹൃത്തുക്കളെടുത്തൊരു ബോക്സിനകത്തിലാക്കി. ആ ബോക്സ് ഒന്ന് തുറന്ന് കാണിച്ച് എല്ലാവരും കാണട്ടെ മാവേലിക്കരക്കാരുടെ ബുദ്ധിമുട്ടുകൾ. കണ്ടോ, ഒരെണ്ണം ഇവിടെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഇവർ ബാക്കിയുള്ളതിനെ കളക്ട് ചെയ്ത് പെട്ടിയിലാക്കി. അത് നല്ല രീതിക്ക് കണ്ടോ. മാവേലിക്കര മുനിസിപ്പാലിറ്റി ഡംപിങ് യാർഡ് പോലെ ആയേക്കുവാണ് റെയിൽവേ റോഡ്. ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഈ പരിസരവാസികളെല്ലാം മാറാ രോഗങ്ങളും കൊണ്ട് ചാവും. ഇത് കണ്ടോ, ഇത് മൊത്തം വേസ്റ്റാണ്. ഇത് മൊത്തം ഇവിടെ നിന്നാണ് അരി പല റേഷൻ കടയിലോട്ട് പോകുന്നത്. ഇത്ര വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിന്നാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് അരിയും മറ്റു സാധനങ്ങളും പോകുന്നത്. നിങ്ങൾ കണ്ടോ. ഇനി നാട്ടുകാരുടെ പ്രതികരണം കൂടെ കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയാനുണ്ട് ഇതിനെപ്പറ്റി? ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നോക്കുകുത്തി പോലെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ബോർഡിൻ്റെ കീഴിലാണ് ഈ കാണുന്ന മാലിന്യങ്ങൾ മൊത്തം നിക്ഷേപിച്ചേക്കുന്നത്. കക്കൂസിലെ മാലിന്യവും ഇവിടെ ഇടാറുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതിൻ്റെ സമീപ പ്രദേശത്താണ് എഞ്ചിനീയറുടെ വസതി. എവിടെ ഇവിടോ? അതിൻ്റെ തൊട്ടടുത്ത് സമീപത്ത് തന്നെയാണ് ഇവിടെ FCAയുടെ ഗോഡൗൺ. ഈ കാണുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഒലിച്ച് ഈ അഴുക്കും വേസ്റ്റും എല്ലാം പോയി ഒലിച്ച് കയറുന്നത് അങ്ങോട്ടാണ്, ആ FCAയുടെ ഇതിലോട്ടാണ്. രാത്രി കാലങ്ങളിൽ ഈ വഴി നടക്കാൻ പോലും ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശത്തും റെയിൽവേ റോഡ് അടയ്ക്കുക, ഗേറ്റ് ഇടുക, അല്ലെങ്കിൽ ക്യാമറ വെക്കുക. നാട്ടുകാർക്ക് ഉപയോഗിക്കുന്ന വഴിയല്ലത്. ഇവിടെ രാത്രി കാലങ്ങളിൽ പോലീസിന്റെ കർശനമായ ഒരു പരിശോധന വേണം, പെട്രോളിംഗ് വേണം. അല്ലാത്ത ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ല. വളരെ ബുദ്ധിമുട്ടാണ് രാവിലെ ഇതുവഴി പോകുന്നവർക്ക്. ഇതുപോലെ നായ്ക്കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുവന്നിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് സ്ഥിരം പരിപാടിയാണ് വീട്ടിൽ വളർത്തുന്നതിന്. എല്ലാത്തിനും 2-3 ചത്തുപോയി. ഇവിടെ ദുർഗന്ധം പമ്പിക്കുകയാണ്. വഴിയാത്രക്കാർക്ക് ഇതുവഴി നടന്നു പോകാൻ പറ്റത്തില്ല. അതേപോലെ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി കിടക്കും. ദയവായി റെയിൽവേ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനുള്ള നിയമ നടപടികൾ ഉടനെ എടുക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉടനെ പ്രതിഷേധം ഉണ്ടാകുന്നതായിരിക്കും.